ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ഒരുപാട് മതങ്ങളും ദർശനങ്ങളും ആശയധാരകളും ഇസങ്ങളുമൊക്കെയുണ്ട്. ഈ എല്ലാ മതവിഭാഗക്കാരും ആദർശക്കാരും ചിന്താഗതിക്കാരുമൊക്കെ ഉണ്ടാകുമ്പോഴും അള്ളാഹു മുസ്ലിമീങ്ങളായ നമ്മൾക്ക് നൽകിയിട്ടുള്ള വലിയൊരു സന്തോഷവാചകം, വലില്ലാഹിൽ ഇസ്സ വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനാണ്, പ്രവാചകനാണ് യഥാർത്ഥത്തിൽ അഭിമാനവും അന്തസ്സുമുള്ളത്. വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുന്ന അഥവാ ദീനുൽ ഇസ്ലാം പിൻപറ്റുന്ന ഒരാൾക്കാണ് ആത്യന്തികമായി ഈ ലോകത്ത് തല ഉയർത്തി നട്ടെല്ല് നിവർത്തി അഭിമാനത്തോടെ ആളുകളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുക, ലോകത്തേത് സമയത്ത്. വലാകിന്നൽ മുനാഫിഖീൻ ലാ യഫ്ഖഹൂൻ, പക്ഷേ യഥാർത്ഥ വിശ്വാസികളല്ലാത്തവർക്കത് മനസ്സിലാകൂല. മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ നമ്മൾക്ക് എക്കാലഘട്ടത്തും അഭിമാനമേ ഈ ലോകത്തുണ്ടാകുള്ളൂ, ഏത് വിഷയത്തിലും. കാരണം ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. ഈ ലോകത്തെയും മനുഷ്യരെയും മനുഷ്യരുടെ പ്രശ്നങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ മതത്തിലാണ് അതിൻ്റെ പരിഹാരവും ഉണ്ടാവുക. നമ്മൾ ഈ ഒരാഴ്ചയായി നമ്മുടെ മീഡിയകളും ചാനലുകളും ടിവിയും ഒന്ന് തുറക്കാൻ കഴിയാത്ത വിധം മലിനമായി കിടക്കുകയാണ്. ഒരു കുട്ടിക്കൊരു വാർത്ത കേൾക്കാൻ പോലും കഴിയാത്ത വിധം ബീപ്പ് ശബ്ദങ്ങളും ക്ലാരിറ്റി കുറഞ്ഞ രൂപത്തിൽ എഡിറ്റ് ചെയ്ത വീഡിയോകളുമാണ് നമ്മുടെ വീടുകളിൽ, ഫോണുകളിൽ, ടിവികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പീഡനമാണ്, പിടിച്ചുപറിയാണ്, അക്രമമാണ്, കേസാണ്, പിരിച്ചുവിടലാണ്, ഒളിക്യാമറയാണ്, കോടതിയാണ്, പിടിച്ചുകൊണ്ടുപോകലാണ്. ഒന്നും രണ്ടു ദിവസമൊന്നുമല്ല, വയനാട് ദുരന്തം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ദിവസമായി ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും മിമ്പറിൽ കയറുന്നതിന്റെ തൊട്ടു മുമ്പും. നമ്മൾക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ലഹരിയും അശ്ലീലതയും വ്യഭിചാരവും തേനും പാലുമാക്കി ആളുകളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഇതേ ഉണ്ടാവൂ. നമ്മൾക്ക് ഞെട്ടലൊന്നുമില്ല, നമ്മൾക്ക് ഞെട്ടലേയില്ല. ലൈസൻസുകളുടെ പേരുകളിൽ മാത്രം വ്യത്യാസപ്പെടുത്തി അർദ്ധനഗ്നയോ പൂർണ്ണനഗ്നയോ ആയ സ്ത്രീ പുരുഷന്മാരുടെ വീഡിയോകൾ ചെറിയ കുട്ടികൾ
കുട്ടികൾക്ക് വരെ എത്തിച്ചു കൊടുത്ത് അതിന്റെ വരുമാനം കൊണ്ട് വീട് വെച്ചവരും വാഹനം വാങ്ങിയവരും വസ്ത്രം ധരിച്ചവരും നിശാ പാർട്ടികളിൽ പങ്കെടുക്കുന്നവരും ഡാൻസ് ബാറിൽ എത്തുന്നവരും അതിന്റെ പേരിൽ സവാർഡ് ദിശകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നവർക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ട് എന്നത് ഞെട്ടലുണ്ടാക്കുന്നവരാണ് പ്രശ്നം. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. കാരണം ഇത് പ്രതീക്ഷിക്കുന്നു, അറിയുന്നു, ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ അവിടെയും ചർച്ച വരുന്നത് എന്താണ്? സ്ത്രീക്ക് സുരക്ഷിതത്വമില്ല, സ്ത്രീ വേട്ടയാടപ്പെടുന്നു, നീതി ഉണ്ടാകണം, പുരുഷമേൽക്കോയ്മ ഇവിടെ സ്ഥാപിക്കുന്നു. ഏറെ അത്ഭുതം എന്താണെന്നറിയോ? കേരളത്തില് പുരുഷനും സ്ത്രീക്കും ഒരു ടോയ്ലറ്റ് മതി, യൂണിസെക്സ് ടോയ്ലറ്റ് മതി. എന്താണതിന് പ്രശ്നം എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് ആ നാവിൽ നിന്ന് ആ നാവ് വായിലേക്ക് ഇട്ടിട്ടില്ല. അപ്പോഴേക്കും ഇവിടെ നിന്ന് ആരോപണം തുടങ്ങാൻ, പുരുഷന്മാരുടെ ബാത്റൂമിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റൊരു ബാത്റൂം ഉണ്ടാക്കിക്കൂടാ? ഒരേ ആളുകൾ ഒരു മാസത്തിനിടയിൽ ചർച്ച ചെയ്യാൻ. ആൺകുട്ടിയുടെ മടിയിൽ ബസ് സ്റ്റോപ്പിൽ പെൺകുട്ടി മടിയിലിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ ആകാശം പൊളിഞ്ഞു വീഴുമോ എന്ന് എഴുതിയവരും പ്രസംഗിച്ചവരും ഇന്ന് ആളുകളുടെ മുന്നിൽ കരയാൻ. ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ, ഞങ്ങളൊരു റൂമിലാകുമ്പോൾ ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തതാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഞാനൊന്ന് സ്പർശിച്ചപ്പോഴേക്കും അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് മോശമായിട്ടാണ് പെരുമാറിയത്. ആളുകളുടെ മുന്നിൽ വന്ന് തുറന്നു പറയാൻ. അള്ളാഹു പവിത്രമാക്കി വെച്ച പെൺ ശരീരത്തെ ആളുകളുടെ മുന്നിൽ തുറന്നു വെച്ചിട്ട് എന്താണൊരു പെണ്ണ്, അവളുടെ ശരീരഭാഗം തുറന്നു കാണിച്ചാൽ നിങ്ങൾക്കല്ലേ രോഗം എന്ന് പറഞ്ഞവർ ഇന്ന് പറയാൻ. ഞങ്ങളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വീഡിയോകളിൽ പകർത്തി ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകാശം ഇപ്പോഴും വീണിട്ടില്ല, ഭൂമി ഇപ്പോഴും വിണ്ടുകീറിയിട്ടില്ല. നിങ്ങൾ കരയുമ്പോഴും ഇവിടത്തെ ഒരൊറ്റ പാലവും തകർന്നിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും അട്ടഹസിക്കുമ്പോഴും ഇവിടത്തെ ഏതെങ്കിലും ഒരു കുട്ടിയും ഇതിന്റെ പേരിൽ മരണപ്പെട്ടു പോയിട്ടില്ല. ലോകത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. മാറിയതും നിലവിളിച്ചതും അട്ടഹസിച്ചതും ദീനരോധനം കേട്ടതും നിങ്ങളിൽ നിന്നാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി വെച്ച് ജീവിക്കുന്നവരും വിശ്വാസികൾ അള്ളാഹുവിന്റെ ദീന് വെച്ച് ജീവിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ലേ എന്ന് ചോദിച്ചവർ ഇന്ന് അവനവന്റെ വണ്ടി 24-ാം നൂറ്റാണ്ടിൽ നിന്ന് കൊണ്ടുപോയി കുണ്ടുകളിലും കുഴികളിലും വീണ് അഗാധ ഗർത്തങ്ങളിൽ ചളിപുരണ്ട് നിലവിളിയോടുകൂടി എവിടെ എത്തി എന്നറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അള്ളാഹുവിന്റെ വാക്ക് വലില്ലാഹിൽ ഇസ്സ വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അന്തസ്സും അഭിമാനവും ഈ ലോകത്തുണ്ടാകും. സഹോദരങ്ങളെ, സ്ത്രീ സുരക്ഷിതത്വം ഉണ്ടാകണം എന്ന് ആളുകൾ പറയുന്നു. എന്താണ് പരിഹാരം? നമ്മൾക്ക് ഈ മേഖലയൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ലോകം മുഴുവൻ നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ നാടും സുരക്ഷിതത്വമാക്കാൻ നമ്മൾക്ക് കഴിയണം. അതിനെന്താണ്? അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുക മാത്രമാണ് പരിഹാരം. ഇസ്ലാം സ്ത്രീ സുരക്ഷയെ, നമ്മുടെ ഉമ്മയെ, നമ്മുടെ പെങ്ങളെ, നമ്മുടെ നാട്ടിലുള്ള ഓരോ സഹോദരിമാരെയും ഇസ്ലാം സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി 3 മേഖലയാണ് ഇസ്ലാം പറഞ്ഞു തന്നത്. 3 മേഖല. ആ 3 മേഖലയിലൂടെയുള്ള ജീവിതക്രമം ഒരു നാട് പാലിച്ചാൽ, ഒരു വീട് പാലിച്ചാൽ, ഒരു കുടുംബം പാലിച്ചാൽ അവിടെ നിന്ന് ഇന്ന് കേൾക്കുന്ന ദീനരോധനങ്ങൾ കേൾക്കേണ്ടി വരില്ല. അള്ളാഹുവിന്റെ പ്രഖ്യാപനവും അള്ളാഹുവിന്റെ വാഗ്ദാനവുമാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം ഏതെന്നറിയുമോ? അള്ളാഹു ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും വിശിഷ്യാവിശ്വാസികളോട് പറയുന്നത്, പെൺകുട്ടിയായി ജനിക്കുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ വ്യത്യസ്ത മേഖലകളിൽ അവൾ സംരക്ഷിക്കപ്പെടണം. അതിന്റെ ചുമതല പുരുഷന്മാർ ഏറ്റെടുക്കണമെന്നതാണ് ഒന്നാമത്തെ നമ്മളോടുള്ള നിർദ്ദേശമാണ്. ഒന്നാമത്തെ നിർദ്ദേശം, നമ്മൾക്കൊരു കുട്ടി ജനിച്ചു. പക്ഷെ ആ കുട്ടി ജനിച്ചു എന്ന് പറയുന്നിടത്ത് അല്ലാഹു റസൂൽ പറഞ്ഞു 2 കുട്ടിയെയും നമ്മൾ നോക്കണം. പക്ഷെ അവിടെ പെൺകുട്ടി ജനിച്ചാൽ ഇസ്ലാമികപരമായൊരു വാപ്പാക്കും മാക്കും വ്യത്യാസമുണ്ട്. എന്തിൽ വ്യത്യാസമുണ്ട്?
സംരക്ഷണത്തിലും നോക്കുന്ന പ്രതിഫലത്തിലും വ്യത്യാസമുണ്ട്. പ്രവാചകന്റെ വാക്ക് മൻ വുലിദതു ലഹു ഇബ്ന, നമുക്കൊരു കുട്ടിണ്ടായി, ഉമ്മമാര് കൂടി കേൾക്കാനാണ്, നമുക്കൊരു കുട്ടിണ്ടായി, പക്ഷെ അത് പെൺകുട്ടിയാണ് എങ്കിൽ അതൊന്നാകാം, രണ്ടാകാം, മൂന്നാകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്മഅഹുന്ന വസഖാഹുന്ന, ആ പെൺകുട്ടിക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തു, ജീവിതത്തിൽ വെള്ളം കുടിക്കാൻ കൊടുത്തു, ഭക്ഷണ പാനീയങ്ങൾ നൽകി. വകസാഹുന്ന മിൻ ജിദ്ദതിഹി, അവനവന്റെ സാമ്പത്തിക ക്രമപ്രകാരം വസ്ത്രവും ധരിച്ചു, വിദ്യാഭ്യാസം കൊടുത്തു. ആ പെൺകുട്ടിയെ നല്ല രൂപത്തിൽ വളർത്തി നല്ല ഒരാളുടെ കൈവരെ ദീനിയായി വളർത്തിയേൽപ്പിച്ചാൽ കുഞ്ഞലഹു ഹിജാബൻ മിനൻ നാരി യൗമൽ ഖിയാമ, ആ ഓരോ കുട്ടികളും ഒരു മാതാപിതാക്കളുടെ നരകത്തിൽ നിന്നുള്ള മറയായി വരും. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു പറയുന്നത് പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം മാത്രമല്ല, ഒരു പെൺകുട്ടിയെ ഒരു ബാപ്പയും ഉമ്മയും മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ആ ബാപ്പയുടെയും ഉമ്മയുടെയും കീഴിൽ അവൾ സുരക്ഷിതയാണ് എന്ന് ഉറപ്പുണ്ടാകണം. ബാപ്പിമ്മിൻ ജീവിച്ചിരിക്കുമ്പം മറ്റൊരാളുടെയും കരാളഹസ്തങ്ങൾ അവളുടെ മേൽ പകരാൻ പാടില്ല, മറ്റൊരാളുടെയും ഉപദ്രവത്തിൽ അവൾ പെടാൻ പാടില്ല. അതിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ബാപ്പാനിമ്മാനും ഒരു പെൺകുട്ടിയുടേത് അല്ലാഹു ഏൽപ്പിച്ചു. ഇനി ആ മാതാപിതാക്കൾ ആ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കെന്തറിയോ? ഫഇന്നകും അഖദതുമൂഹുന്ന ബിഅമാനത്തില്ലാ, പുരുഷന്മാരെ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങളൊരു അമാനത്ത് ഏറ്റെടുക്കുകയാണ്. വിവാഹത്തിന്റെ അന്ന് ഓരോ പുരുഷന്മാരും ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുന്നത് ഒരു അമാനത്താണ്. ആ അമാനത്ത് എന്താണ്? മനിസ്തതാഅ മിൻകുമുൽ ബാഅ, ആ പെൺകുട്ടിയെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന അമാനത്താണ്. ആ പെൺകുട്ടിക്ക് ഞാനുണ്ടായിരിക്കെ ഒരു പോറലേൽക്കുകയില്ല എന്ന അമാനത്താണ്. ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് ഞാനുണ്ടായിരിക്കെ കണ്ണുനീർ വരില്ല എന്ന അമാനത്താണ്. അതിന് കഴിയുന്നവർ കല്യാണം കഴിച്ചാൽ മതി. അള്ളാഹുവിന്റെ വാക്കാണ്, പ്രവാചകന്റെ വാക്കാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്ന വാക്ക് നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, പുരുഷനോട് ഭർത്താവിനോട് പറയാൻ, നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭാര്യക്കും ഭക്ഷണം ഉണ്ടാകണം. അവൾക്കുണ്ടെങ്കിലേ നീ കഴിക്കാൻ പാടുള്ളൂ. അവൾക്ക് വസ്ത്രമുണ്ടെങ്കിലേ നീ വസ്ത്രമെടുക്കാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. ആ പെൺകുട്ടിയെ സംരക്ഷിക്കലാണ് വിവാഹത്തിലൂടെ ഒരു പുരുഷന്റെ ജീവിതത്തിലെ പ്രഥമമായ കർത്തവ്യം. വിവാഹം എത്തുന്നതുവരെ പിതാവും മാതാവും കുട്ടിയെ സംരക്ഷിക്കണം, സുരക്ഷിതയായി കൊണ്ടുവരണം. വിവാഹം കഴിച്ചാൽ ഭർത്താവ് സംരക്ഷിക്കണം. യുവാക്കളെ, നല്ലവരായ പുരുഷന്മാരെ, നമ്മൾക്ക് പെങ്ങന്മാരില്ലേ? ഇല്ലേ? പ്രവാചകന്റെ വാക്ക് നോക്കൂ, ലൈസ അഹദും മിൻ ഉമ്മത്തി യഊലു സലാസ ബനാത്തിൻ ഔ സലാസ ഖവാത്. ഒരാൾക്ക് അല്ലാഹു 3 പെൺകുട്ടികളെ, 3 ആകാം, 2 ആകാം, 1 ആകാം, അല്ലെങ്കിൽ 3 പെങ്ങന്മാരെ കൊടുത്തു. 3 പെങ്ങന്മാരെ കൊടുത്തു, 2 പെങ്ങന്മാരെ കൊടുത്തു, 1 പെങ്ങളെ കൊടുത്തു. ഫയുഹ്സിനു ഇലൈഹിന്ന, അവരെ നമ്മൾ നന്നായി പരിരക്ഷിച്ചു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മയും സന്ദർശിക്കുക, സാമ്പത്തിക സഹായം ചെയ്യുക, അവരെ പോയി നമ്മൾ സംരക്ഷിക്കുക, അവരുടെ വിവാഹം നടത്തുക, അവരുടെ മക്കളുടെ പഠനത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഇല്ലാ കുന്നലഹു സിത്റം മിനന്നാർ, അതും നമ്മുടെ നരകമോചനത്തിന് കാരണമാകും. ആരെ നോക്കിയാൽ? പെങ്ങളെ നോക്കിയാൽ. ഇസ്ലാമിന്റെ നിയമമാണ്. ഇനി ഒരു സഹോദരിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു, മരണപ്പെട്ടു പോയി, വിധവയായി, പ്രവാചകൻ പറയാൻ അസ്സാഇ അലൽ അർമല വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് ഔ കല്ലദി യസൂമുൻ നഹാറ വയഖൂമുൽ ലൈൽ. വിധവയായ ഒരു സഹോദരി, വീടില്ല, സാമ്പത്തികമായി ഒന്നിനും കഴിവില്ല, മക്കൾ എവിടെയും എത്തിയിട്ടില്ല. നമ്മൾ കളക്ഷൻ എടുത്ത് ഒരു വീട് വെച്ചു കൊടുത്താൽ, അവരുടെ കുട്ടികളെ നമ്മൾ ഏറ്റെടുത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പഠിപ്പിച്ചാൽ, ജീവിതത്തിൽ ആ സഹോദരിക്ക് ഒരു താങ്ങും തണലുമായാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ട മുജാഹിദിന്റെ കൂലിയാണ്. അല്ലെങ്കിൽ പകൽ മുഴുവൻ നോമ്പ് നോറ്റ് രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ച ഒരാൾക്ക് കിട്ടുന്ന കൂലിയാണ് വിധവയെ സംരക്ഷിക്കുന്ന ഒരാൾക്ക് അല്ലാഹു കൊടുക്കുക. നോക്കൂ നിങ്ങൾ, ഒരു സ്ത്രീ കുട്ടിയാകുമ്പോൾ അല്ലാഹു പുരുഷനെ ഏൽപ്പിക്കാൻ സംരക്ഷിക്കണം കേട്ടോ, ഉപദ്രവത്തിന് വിട്ടുകൊടുക്കരുത് കേട്ടോ, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത് കേട്ടോ.
അവൾ ഭാര്യയാകുമ്പോൾ ഭർത്താവിനെ ഏൽപ്പിക്കാൻ നോക്കൂ. മറ്റുള്ളവരുടെ തോന്നിവാസങ്ങൾക്ക് ഭാര്യയെ കൊടുക്കരുത് കേട്ടോ. ആങ്ങളമാരോട് പറയാൻ, പെങ്ങന്മാരെ അവനവന്റെ ജീവിതത്തിൽ കരളിന്റെ ഘട്ടം പോലെ നോക്കണം കേട്ടോ. ആർക്കും ഉപദ്രവത്തിന് വിട്ടുകൊടുക്കരുത് കേട്ടോ. ഇനി അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടാൽ മഹല്ല് കമ്മിറ്റിക്കാരോട്, ഖത്തീബിനോട്, നാട്ടിലുള്ള നല്ലവരായ സഹോദരങ്ങളോട്, വിശിഷ്യ മുസ്ലിമീങ്ങളോട് അവരെ പട്ടിണിക്കിടരുത് കേട്ടോ. അവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് നിങ്ങൾ തടയണം കേട്ടോ. അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഇസ്ലാം വെക്കുന്ന ഒന്നാമത്തെ ഭാഗമാണ്, ഒരു പെൺകുട്ടിയുടെ ജനനം മുതൽ മരണം വരെ അവൾ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. അവൾ സംരക്ഷണ വലയത്തിൽ ഉണ്ടാകണം. ഇതാണ് അള്ളാഹുവിന്റെ ദീൻ. എന്തേ കാരണം? അത്രമാത്രം പവിത്രമാണ്. അത്രമാത്രം ഇസ്ലാം പവിത്രമായിട്ടാണ് ഓരോ സഹോദരിമാരെയും അള്ളാഹുവും പ്രവാചകനും നമ്മളിൽ കാണുന്നത്. അതുകൊണ്ടാണ് ദറബല്ലാഹു മസലൻ, വിശ്വാസികൾക്കും മുഴുവനും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും മാതൃകയായി അള്ളാഹു പറഞ്ഞു, ഇംറഅത ഫിർഔൻ വ മറിയം. ഫിർഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹയും മറിയമും സ്ത്രീകൾക്ക് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാർക്കും മാതൃകയായി അള്ളാഹു എണ്ണിയ സഹോദരിമാരുടെ താവഴിയാണ് നമ്മുടെ വീട്ടിലെയും നമ്മുടെ നാട്ടിലെയും ഓരോ പിഞ്ചു പെൺകുട്ടികളും, നമ്മുടെ പെങ്ങന്മാരും, നമ്മുടെ ഭാര്യമാരും, നമ്മുടെ ഓരോ വീട്ടിലെ കുടുംബത്തിലെ സാധുക്കളായ പെൺമക്കളും. അള്ളാഹുവിന്റെ പ്രവാചകൻ, എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് സുഗന്ധമാണ്, രണ്ട് അന്നിസാ, സഹോദരിമാരാണ്, അവിടെ പെരുമാറ്റമാണ്, അവിടെ നൈർമല്യമാണ് എന്ന് പറഞ്ഞ പ്രവാചകന് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭാഗക്കാരാണ് നമ്മുടെ സഹോദരിമാർ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ദീനിന് വേണ്ടി ആദ്യമായി ഷഹീദായ, ഇസ്ലാമിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച സുമയ്യ റളിയല്ലാഹു അൻഹയുടെ പിന്തലമുറക്കാരാണ് നമ്മുടെ നാട്ടിലെ ഓരോ സഹോദരിമാർ. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും പരിശുദ്ധ ഖുർആനിന്റെ 4-ാമത്തെ അധ്യായത്തിന് സഹോദരിമാർ, സ്ത്രീകൾ എന്ന് പേര് നൽകാൻ മാത്രം ഉത്കൃഷ്ടമായ, ഉന്നതമായ ഔന്നത്യം അല്ലാഹു നൽകിയ വിഭാഗക്കാരാണ് സഹോദരിമാർ. ആ സഹോദരിമാരെ ഇസ്ലാം പറഞ്ഞു, ഒരിക്കൽ പോലും അവർ ഉപദ്രവിക്കപ്പെട്ടുകൂടാ, സംരക്ഷിക്കപ്പെടണം. രണ്ടാമത്തെ ഭാഗം എന്താ അറിയോ? ആ സംരക്ഷണം അവൾക്കിടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ഉപദ്രവിക്കുന്ന ആളുകളോടുകൂടി നിർദ്ദേശം അല്ലാഹു നൽകണം. പരിശുദ്ധ ഖുർആൻ ആദ്യം നിർദ്ദേശം നൽകുന്ന ആരോടറിയോ? പുരുഷന്മാരോട്. സഹോദരിമാര് കൂടി കേൾക്കണം ഇത്. നമ്മളോട് അല്ലാഹു ആദ്യം പറഞ്ഞ വാക്കെന്തറിയോ? സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാ. പുരുഷന്മാരെ, സ്ത്രീകൾ എന്നത് നമ്മുടെ ജീവിതത്തിൽ ശഹവാത്തു തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വൈകാരിക തലങ്ങളെ തൊട്ടുണർത്തുന്ന അവസ്ഥയുണ്ടാകും. നമ്മുടെ ആഗ്രഹങ്ങളിൽ പെട്ടത് തന്നെയാണ് സഹോദരിമാർ. പക്ഷേ ആ ആശ ഉപദ്രവത്തിലേക്കും ആ ചിന്ത അവരുടെ ജീവിതത്തിൽ നാശനഷ്ടങ്ങളിലേക്കും എത്തുന്നതിൽ നിന്ന് നിങ്ങൾ സ്വയം സുരക്ഷിതരാകണം. അതിന് ദീൻ ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞു. പുരുഷന്മാരോടാണ് രണ്ടാമത്തെ നിർദ്ദേശം. അതിലൊന്നാമത്തെ പുരുഷന്മാരോടുള്ള ആദ്യത്തെ നിർദ്ദേശം എന്താ അറിയോ? നോട്ടം കൊണ്ടുപോലും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കുറ്റകരമാണ് എന്നാണ് ഒന്നാമത്തെ ഇസ്ലാമിന്റെ നിർദ്ദേശം. നോട്ടം കൊണ്ടുപോലും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കുറ്റകരമാണ് ഇസ്ലാമിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുല്ലിൽ മുഅ്മിനീൻ, ഖുർആനിന്റെ വാക്ക്, ഖുല്ലിൽ മുഅ്മിനീൻ യഗുല്ലൂ മിൻ അബ്സാരിഹിം. പുരുഷന്മാരെ, നമ്മുടെ ദൃഷ്ടികൾക്ക് താഴ്ത്താൻ കഴിയണം. എന്തേ കാരണം? നമ്മൾ ചിലപ്പോ കോമഡിയാക്കി നോക്കുന്നവരുണ്ടാകും. എന്താ അങ്ങനെ നോക്കിയാൽ? നമ്മുടെ ഒരു നോട്ടം കൂട്ടുകാരോടൊപ്പം നിന്ന് കളിയാക്കി നോക്കുന്നതും രണ്ടാമതും മൂന്നാമതും അതിന്റെ ബേക്കിൽ കമന്റ് പറയുന്നതും സൂക്ഷിച്ച് വീണ്ടും വീണ്ടും നോക്കുന്നത് ഒരു കുട്ടിയെ ചിലപ്പോ തൊടുന്നില്ലാതിരിക്കാം, പക്ഷെ മാനസികമായി ഉപദ്രവിക്കുന്നുണ്ടാകും. നമ്മുടെ കളിയാക്കലുകളും നമ്മുടെ ഇളങ്കണ്ണിട്ടുള്ള നോട്ടവും ഒരു കുട്ടിയുടെ മനസ്സിൽ വേദനയുണ്ടാകാം. ആരാരും കാണാതെ ആ കുട്ടി കരയുന്നുണ്ടാകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക്, ഇസ്റഫ് ബസറക്, എടാ കണ്ണ് മാറ്റണട്ടോ. അവനവന്റെ ദൃഷ്ടി കൊണ്ടുപോലും ഒരു പെൺകുട്ടിയെ നീ ഉപദ്രവിക്കാൻ പാടില്ല. ഒരു മുസ്ലിം പാടില്ല, ഒരിക്കൽ പോലും പാടില്ല. മതപരമായി അള്ളാഹു വിലക്കിയ കാര്യമാണ്. രണ്ടാമത് പുരുഷന്മാരോട് പറഞ്ഞത്, ഒരിക്കൽ പോലും അവിടെ ശരീരത്തിൽ നിങ്ങൾ തൊട്ടുപോകരുത്. അർഹരല്ലാത്ത, അർഹതപ്പെട്ട ആളുകളുടേതൊഴികെ ഒരാളുടെയും തൊട്ടുപോകരുത്.
പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരാൾ കരുതിക്കൂട്ടി അയാൾ തൊടുന്നതിന് പ്രവാചകൻ പറഞ്ഞത് തൊട്ട കുറ്റമല്ല കിട്ടുക, വ്യഭിചരിച്ച കുറ്റമാണ് കിട്ടുക എന്നാണ്. തൊട്ട കുറ്റമല്ല കിട്ടുക, വ്യഭിചരിച്ച കുറ്റം. പ്രവാചകന്റെ വാക്ക് അൽ യദു സിനാഹുമാ അൽ ബത്ഷ്, കൈകൾ കൊണ്ടൊരു വ്യഭിചാരമുണ്ട്, അതിന്റെ കുറ്റമാണ് കിട്ടുക. എന്താണ്? ഒരു സഹോദരിയുടെ ദേഹത്ത് അല്ലാഹു അനുവദിക്കാത്ത മാർഗത്തിൽ തൊടുന്നതിന് ഇസ്ലാം പറഞ്ഞത് വ്യഭിചാരമാണ്, അതിന്റെ കുറ്റം കിട്ടും. പുരുഷന്മാരെ, ഒരു തമാശക്ക് പോലും അവനവന്റെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീയെ എന്താ തൊട്ടാല്, എന്താ പിടിച്ചാല്, എന്താ തോണ്ടിയാല് എന്ന് പറയുന്നൊരു വാചകം മുസ്ലിമിന്റെ നാവെന്ന് വരാൻ പാടില്ല. വിശ്വാസികളായ നമ്മളോട് അള്ളാഹുവിന്റെ വീണ്ടുമുള്ള പ്രഖ്യാപനം, വൻപാപത്തിൽപ്പെട്ട കുറ്റമായി പ്രവാചകൻ എണ്ണി. ഖദ്ഫുൽ മുഹ്സിനാത്ത്, നല്ലവരായ സഹോദരിമാരെ കുറിച്ച് ആരോപണങ്ങൾ പറയുന്നത് സബ്ഉൽ മൂബിഖാത്തായി ഇസ്ലാം എണ്ണി. നല്ലവരായ സഹോദരിമാർ, അവരെ കുറിച്ച് നമ്മൾ ഇല്ലാത്തത് പറയാ. ആ കുടുംബല്ലേ, ഓളല്ലേ, അത് മുമ്പേ നമുക്കറിയാം, പോക്ക് കേസാണ്, ഞാൻ പിന്നെ അധികം പറയണില്ല എന്ന് നമ്മൾ അവരെ കുറിച്ച് പറയുന്നത് വൻപാപത്തിൽപ്പെട്ടതാണ്. എന്താ വൻപാപം എന്ന് പറഞ്ഞാൽ? നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഇബാദത്ത് കൊണ്ടും അള്ള പൊറുത്തരാത്ത കുറ്റാണ്. വൻപാപം അള്ള പൊറുക്കണമെങ്കിൽ ആ തെറ്റിൽ നിന്ന് ഞാൻ മാറി ചെയ്ത തെറ്റ് നേർക്ക് നേരെ എടുത്തു പറഞ്ഞ് അള്ളാനോട് പ്രാർത്ഥിച്ച് തൗബ ചെയ്ത് മടങ്ങിയാൽ മാത്രം അള്ള പൊറുത്തു തരുന്ന കുറ്റമാണ് വൻപാപം. 7 സഹോദരിമാരെ കുറിച്ച് വേണ്ടാത്തരം പറയലാണ്. ഈ ചിത്രം കണ്ടാൽ ഞങ്ങളുടെ നാട്ടിലത്തെ സ്ത്രീനെപ്പോലുണ്ടല്ലോ, ഓളൊക്കെ അതേ സ്വഭാവം തുടങ്ങിയോ എന്ന് അങ്ങാടിയിൽ ചങ്ങാതിമാരുടെ കൂടെ ഒന്നിച്ചിരുന്ന് കമന്റ് പറയുമ്പം അവനാന്റെ ഉമ്മാനും പെങ്ങളെയും മകളെയും ഓർമ്മ വരുന്നവനാണ് മുസ്ലിം, അവനെ ഇന്ന് മാറിക്കും. എന്തിനേറെ സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് നടക്കുകയാണ്. ഒരു ബാപ്പ സ്വന്തം മകളെ ഒട്ടകപ്പുറത്ത് വെച്ച് കുറച്ച് സ്പീഡിൽ ഇങ്ങനെ നടന്നു വരെ, ചെറിയ കുട്ടിയാണ്. പ്രവാചകൻ ഒട്ടകത്തിന്റെ മുന്നിൽ കൈ നീട്ടിയിട്ട് പറഞ്ഞു, റിഫ്ഖം ബിൽ ഖവാരീർ, ഉപ്പ നിങ്ങളുടെ കുട്ടിയാണ്, പെൺകുട്ടിയാണ്, പക്ഷെ മെല്ലെ പോകണം, പെൺകുട്ടിയാണ്, മെല്ലെ പോകണം, പേടിണ്ടാവും, ചിലപ്പോ ബാപ്പയായ നിങ്ങൾ മുറുകെ പിടിക്കുണ്ടാവും. റിഫ്ഖം ബിൽ ഖവാരീർ, പളുങ്കു പാത്രത്തോട് പെരുമാറുന്ന പോലെയാണ് ഉപ്പ സ്വന്തം പെൺകുട്ടിയോട് പെരുമാറേണ്ടത്. നമ്മളോട് അള്ളാന്റെ നിർദ്ദേശമാണ്. യുവാക്കളെ, പുരുഷന്മാരെ, ബാക്കിയുള്ള ആളുകളുടെ കൂടെ കൂടി തോന്നിവാസങ്ങൾ കണ്ട് കമന്റ് അടിച്ച് തോന്നിവാസങ്ങളിലേക്ക് നോക്കി ബാക്കിയുള്ളവരുടെ പെങ്ങന്മാരെയും ബാക്കിയുള്ളവരുടെ മാതാക്കളെയും ബാക്കിയുള്ളവരുടെ പെൺകുട്ടികളെയും തോന്നിവാസ സ്പർശനങ്ങൾ നടത്തുമ്പോ അള്ള പറയാൻ വ്യഭിചാര കുറ്റമാണ്, അള്ള എഴുതി വെക്കാം. ഇത് നമ്മൾക്കുള്ള മുന്നറിയിപ്പാണ് പുരുഷന്മാർക്ക്. ഖുർആൻ ആ വിഷയം പ്രവാചകൻ അവസാനിപ്പിക്കണം. എങ്ങനെ അറിയോ? ലോകത്ത് പടച്ചോൻ പുരുഷന്മാരിലെ ഏറ്റവും നല്ലവരെയും ഏറ്റവും മോശക്കാരെയും അള്ളാഹു തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മാ അക്രമൻ നിസാ ഇല്ലാ കരീമ വമാ അഹാനഹുന്ന ഇല്ലാ ലഈമ. നമ്മുടെ കൂട്ടത്തിൽ പടച്ചോൻ ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ, മാന്യന്മാരെന്ന് അള്ളാഹു വിധിയെഴുതുന്ന ആളുകൾ സ്വന്തം സഹോദരിമാരോട്, സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരെയാണ്. ലോകത്തെ ഏറ്റവും മോശക്കാരനായി പടച്ചോൻ എഴുതിയ ആൾക്കാരറിയോ? ആരാധനുണ്ട്, ഇബാദത്തുണ്ട്, നിസ്കാരമുണ്ട്, സഹോദരിമാരുടെ ഏറ്റവും മോശമായി പെരുമാറുന്നവരെയാണ്. സഹോദരങ്ങളെ, 2 ഭാഗമാണ് പറഞ്ഞത്. ഒന്ന്, സഹോദരിമാർ സംരക്ഷിക്കപ്പെടണം. 2, സഹോദരിമാരുടെ പെരുമാറ്റത്തിൽ ഇസ്ലാം പറയുന്ന മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കണം. ആ പാലിക്കുമ്പോഴാണ് ഒരു സ്ത്രീ സുരക്ഷിതയായി മാറുക. ഈ മാനദണ്ഡങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തി എല്ലാവരോട് കൂടെ ജീവിക്കാം. ആരുടെയും മടിയിൽ നമ്മൾക്ക് കിടന്നുറങ്ങാം, ആരുടെ കൂടെയും നമ്മൾക്ക് എഴുന്നേറ്റ് പോകാം, ഒന്നും നിയന്ത്രണങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞവരാണ് ഇന്ന് അട്ടഹസിക്കുന്നവർ, ഇന്ന് നിലവിളിക്കുന്നവർ. സ്വന്തം കുടുംബത്തെയും സ്വന്തം പെൺകുട്ടികളെയും സ്വന്തം വീടിനെയും നാടിനെയും ഈ വിഷയത്തിൽ നമ്മൾ ബോധവൽക്കരിക്കുക എന്നതാണ് മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ് സഹോദരങ്ങളെ. മൂന്നാമത്തെ ഭാഗം സഹോദരിമാരോടാണ്. അള്ളാഹു നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കണം ഓരോ മേഖലയിലും എന്ന് പറഞ്ഞു. നാട്ടുകാരോടും കുടുംബത്തിനോടും പറഞ്ഞു. രണ്ട്, അവൾ ഉപദ്രവിക്കപ്പെടാൻ സാധ്യതയുള്ളത് പുരുഷന്മാരിൽ നിന്നായതുകൊണ്ട് പുരുഷന്മാർ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു. മൂന്നാമത്തേത് പ്രവാചകൻ പറഞ്ഞു, സഹോദരിമാരെ, നിങ്ങൾ ഈ വിഷയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യമുണ്ട്. ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ പരിരക്ഷിച്ചാൽ മാത്രമേ സുരക്ഷിതത്വം അള്ളാഹു നിങ്ങൾക്ക് നൽകുള്ളൂ. അതിൽ ഒന്നാമത്തത് ഖുർആന്റെ വാക്ക് വേഷവിധാനം തന്നെയാണ്. വേഷവിധാനം തന്നെയാണ് സഹോദരിമാരെ. ഖുർആനിന്റെ ആയത്താണ്. വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. മുഖവും മുൻകൈയൊഴികെ ബാക്കി ഭാഗങ്ങൾ മറക്കണം, ഇസ്ലാമിന്റെ നിയമം. എന്നിട്ട് അള്ളാഹുവിന്റെ വാക്ക്, പരിശുദ്ധ ഖുർആനിന്റെ വാക്ക്, വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ. മുഖത്തിലൂടെ ഏതൊരു മഫ്തയും തട്ടവുമാണോ ഇട്ടത് അതുകൊണ്ട് മാറിടം മറയണം. മുഖത്തിലൂടെ ഇട്ട മഫ്ത കൊണ്ടും ഷാള് കൊണ്ടും മാറിടം മറയണം. അവിടേക്ക് മറ്റൊരു ഷാളും മറ്റൊരു മഫ്തയുമല്ല, മുഖത്തിട്ടത് കൊണ്ട് മറയണം. ഖുർആനിന്റെ ആയത്താണ്. ഖുർആനിന്റെ ആയത്ത്. അവനവന്റെ ശരീരത്തിന്റെ നിമ്നോന്നതികൾ മറ്റൊരാൾക്ക് ആസ്വദിക്കാൻ വിട്ടുകൊടുത്തിട്ട് ആണുങ്ങൾ ശരിയായാൽ പോരെ എന്ന തോന്നിവാസ വർത്തമാനം നാട്ടിലെ ഫെമിനിസ്റ്റുകൾ ഉണ്ടാക്കിയതാണ്. ആണുങ്ങളോട് പറയാനുള്ള മുഴുവൻ നിയമങ്ങളും അല്ല പറഞ്ഞിട്ട്, സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ ശരീരം അവനവൻ അർഹതപ്പെട്ട ഭർത്താക്കന്മാരുടെ മുന്നിലല്ലാതെ മറ്റൊരാൾക്ക് തോന്നിവാസം ചിന്തിക്കാൻ ഇട്ടുകൊടുക്കരുത്. ഇതാ ഇപ്പോൾ വന്ന കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും മുമ്പത്തൊരു നടി പറഞ്ഞു, പുതിയ കാലഘട്ടത്തെ അഭിനേത്രിമാർ വേഷവിധാനമൊന്ന് ശരിയാക്കിയാൽ പകുതി നന്നാകുമെന്ന്. സഹോദരങ്ങളെ, എന്തേ ഇത് പറയാൻ കാരണം? ഖുർആനത് പറഞ്ഞെന്നു. ഖുർആനത് പറഞ്ഞെന്നു. സഹോദരിമാരുടെ വരൻ ഖുർആനാണ് പറഞ്ഞത്, അള്ളയാണ് പറഞ്ഞത്. എന്തെന്നറിയോ? വിശ്വാസികളായ മനുഷ്യരോട് നിങ്ങൾ ഇസ്ലാമിക വേഷം ധരിച്ചാൽ ഒന്ന്, നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ ദുനിയാവിലും പരലോകത്തും. രണ്ട്, നിങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ അല്ല പറഞ്ഞൊരു മാനദണ്ഡം നമ്മൾ പാലിക്കുക. സഹോദരിമാര് ശ്രദ്ധിക്കുക, ഭർത്താക്കന്മാര് ശ്രദ്ധിക്കുക. അവനാന്റെ കുടുംബത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ഇസ്ലാമിക വേഷവിധാനം നമ്മൾ ബോധ്യപ്പെടുത്തി നിർബന്ധമാക്കുക. ദീനിന്റെ അടിസ്ഥാന കാര്യമാണ്. രണ്ടാമത്തേത് പ്രവാചകൻ സഹോദരിമാരോട് പറഞ്ഞത് സ്ത്രീ പുരുഷ മിങ്കിളിങ്, അതുപോലെ നിങ്ങൾ ഒറ്റക്കാകൽ, സ്ത്രീയും പുരുഷനും രണ്ടും നിങ്ങൾ കരുതണം. പ്രവാചകന്റെ വാക്ക്, ലാ യഖ്ലൂന അർറജുൽ ബിഇംറഅത്തിൻ ഇല്ലാ മഅഹാ ദൂ മഹ്റം. ഒരു സഹോദരി, ആ സഹോദരി ഒരു പുരുഷന്റെ കൂടെ ഒറ്റക്കാകാൻ പാടില്ല, മെഹറമല്ലാതെ, മെഹറം കൂടെ ഇല്ലാതെ. ഏതെങ്കിലും ഒരു സഹോദരി ഒറ്റക്ക് സുദീർഘമായ യാത്ര മെഹറമോട് കൂടിയിട്ടാണ് പോകേണ്ടത്. ഒരു പുരുഷനും സ്ത്രീയും ഒറ്റക്കാകുന്നതിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, ഫഇന്ന ശൈത്വാന സാലിസുഹുമാ. അവർ രണ്ടുപേർക്കിടയിൽ മൂന്നാമതായി പിശാച് വരും. പിശാച് തോന്നിപ്പിക്കും, അവൾ എന്റെ അടുക്കലേക്ക് ഒറ്റക്ക് വന്നത് ചില ഉദ്ദേശങ്ങൾ അവൾക്കും ഉണ്ടാകില്ലേ എന്ന് ശൈത്താൻ തോന്നിപ്പിക്കും. സ്ത്രീയുടെ കുറ്റമായി കൊള്ളണമെന്നില്ല. നിങ്ങൾ വരുന്ന ആൾ ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടാകാം, തോന്നിവാസം കണ്ടു നിൽക്കുന്നുണ്ടാകാം, ദീനിയായി വളർന്നിട്ടില്ലാതിരിക്കാം. അതുകൊണ്ട് സഹോദരിമാരോട് പ്രവാചകന്റെ വാക്ക്, ആണും പെണ്ണും ഒറ്റക്കാകുന്ന മേഖലയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന തോന്നിവാസ ഏറ്റുപറച്ചിലുകൾ എന്താ പറയണത്? ഫ്ളാറ്റിലേക്ക് വിളിച്ചു, റൂമിലേക്ക് വിളിച്ചു, ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തന്നു, സംസാരിക്കുന്നിടയിൽ എന്നോട് തോന്നിവാസം ചെയ്തു. ആ ഒരു 1.5 മണിക്കൂർ അവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു, അവർ രണ്ടുപേരും ഒറ്റക്കായിരുന്നു. മുസ്ലിം സഹോദരി അങ്ങനെ പോകില്ല, പോകാനും പാടില്ല. അന്യപുരുഷന്റെ മുന്നിലേക്ക് ഒറ്റക്ക് പോകാൻ പാടില്ല. സുദീർഘമായ യാത്ര പരിരക്ഷിക്കപ്പെടാൻ അള്ളാഹു നിശ്ചയിച്ചതാണ്. മെഹറം കൂടെയുണ്ടാകണം. സഹോദരിമാര് ശ്രദ്ധിക്കുക, മക്കളോട് പറഞ്ഞെടുക്കുക.
മൂന്നാമത്തേത് സഹോദരിമാരോട് പറഞ്ഞത് ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, സംസാരത്തിൽ മറ്റുള്ളവർക്ക് ആകർഷണീയമായ രൂപത്തിൽ കൊഞ്ചിക്കുഴയാൻ പാടില്ല. ഖൂലു ഖൗലൻ മഅറൂഫ, മാന്യമായ സ്റ്റാൻഡേർഡ് സംസാരമാണ് ഒരു സഹോദരന്റെ ജീവിതത്തിൽ ഉണ്ടാണ്ട്. ഫോൺ ചെയ്യുമ്പോഴേ, വീട്ടിൽ ഗസ്റ്റ് ആൾ വരുമ്പോഴേ, അങ്ങാടിയിൽ നിന്ന് കാണുമ്പോഴേ ബാക്കിയുള്ളവനോട് കൊഞ്ചിക്കുഴയുന്ന സംസാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഖുർആനിന്റെ വാക്ക് പറയണെന്തറിയോ? ഹൃദയത്തിൽ രോഗമുള്ള പുരുഷന്മാർക്ക് അത് തോന്നിവാസം ചെയ്യാൻ കാരണമാകും. നമ്മുടെ പെൺകുട്ടികള് ആൺകുട്ടികളെ ബൈക്കിന്റെ ബാക്കിലൊക്കെ നിന്നിട്ട് പോണോരോട് മുഴുവൻ ഉമ്മ വച്ച് കാണിച്ചു കൊടുക്കലും ഫ്ലൈയിങ് കിസ് കൊടുക്കലും കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷിക്കലും, മടിയിലിരുന്ന് പോകുമ്പം ഉമ്മ ഇവിടുന്ന് പറയാൻ ഓല് തമ്മിൽ കസിൻസ് ആണ്, ഓല് തമ്മിൽ ബെസ്റ്റിയാണ്, ഓല് തമ്മിൽ പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊക്കെ നോക്കുകയാണ് ഈ പുതിയ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞോലാണ് ഇന്ന് പറഞ്ഞത് 20 കൊല്ലം മുന്നേ പീഡിപ്പിച്ചിരുന്നു. അവരാ പറഞ്ഞത് ഇങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടുമോ എന്ന് ചോദിച്ചവരാണ് ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളെ ഉപദ്രവിച്ചു, ഞങ്ങൾക്ക് നീതി വേണം എന്ന് കരയുന്നത്. ആ കരച്ചിലിന്റെ കൂട്ടത്തിൽ നമ്മുടെ മക്കളുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാ പറയുന്നത്, ആ വിലപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളുണ്ടാകാൻ പാടില്ല. അവസാനം സഹോദരിമാരോട് ഖുർആന്റെ നിർദ്ദേശം എന്താ അറിയോ? ബാക്കി എല്ലാ ആളുകളും നോക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന രൂപത്തിൽ വലാ തബർറുജ്ന തബർറുജൽ ജാഹിലിയത്തിൽ ഊല, ജാഹിലിയ കാലഘട്ടത്തിലെ സഹോദരിമാർ അണിഞ്ഞൊരുങ്ങി എല്ലാവരും എന്നെ നോക്കണം, എല്ലാവരും എന്നെ കുറിച്ച് അഭിപ്രായം പറയണം, എല്ലാവരും എന്റെ സൗന്ദര്യത്തെപ്പറ്റി അഭിപ്രായം പറയണം എന്ന ഉദ്ദേശവും എന്ന ചിന്താഗതിയുമായി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. നമ്മുടെ ഓരോ വീട്ടിലും പോകുക, എന്നിട്ട് നമ്മുടെ പെൺകുട്ടികളോടും ഭാര്യമാരോടും മക്കളോടും ചോദിക്കുക, അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവർ പണം ചെലവഴിക്കുന്നത് പഠിക്കാനാണോ എന്ന് ചോദിച്ചോക്കണേ. അല്ല. യാത്രക്കാണോ? അല്ല. സ്വതക്ക കൊടുക്കാനാണോ? അല്ല. പിന്നെ മുഖത്തിടാൻ, ചുണ്ട് ചുവപ്പിക്കാൻ, മൂക്കുത്തി കുത്താൻ, കാലിൽ കയറിട്ട് കെട്ടാൻ, ഒരു ചരട് കെട്ടാൻ, ആളുകളുടെ മുന്നിലൊക്കെ വേഷവിധാനങ്ങളിൽ ഓരോ മോഡലനുസരിച്ചും ചുരിദാറിന്റെ കാല് പൊന്തുക, അടുത്തയാഴ്ച താഴുക, അരവണ്ണം കൂട്ടുക, പിന്നെ കുറുക്കുക, കൈകൾ മുകളിലേക്ക് വരിക, അവിടെ ഒരു വെട്ടിടുക, തലത്തെ പകുതി വരെ ഷാളിടുക, പിന്നെ മുക്കാൽ ഭാഗമാക്കുക, പിന്നെ കഴുത്തിന് താഴേക്കിടുക. ഓരോ വേഷവിധാനം കൊണ്ടും എന്താണ് സഹോദരിമാരെ, അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? എന്താ ചിന്ത? എന്നെ ആളുകൾ നോക്കണം, എന്റെ ചുണ്ടിനെ കുറിച്ച് അഭിപ്രായം പറയണം, എന്റെ സൗന്ദര്യത്തെപ്പറ്റി അഭിപ്രായം പറയണം. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. തോന്നിവാസങ്ങളുമായി ചിന്തയുമായി പോകുന്നവരെ പ്രവാചകൻ പറഞ്ഞത് സാനിയത്തുൻ, വ്യഭിചാരിണിക്ക് സമാനമായിട്ട് അല്ലാഹു എഴുതി വെക്കുന്നതാണ്. ഉണ്ടാകരുത്. നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങുന്ന ഓരോ കുട്ടികളും, ഇൻഷാ അല്ലാഹ് വിശദമായി മറ്റൊരു സമയത്ത് പറയാം, ഈ ചിന്താഗതിയിലേക്ക് പോയാൽ തിരിച്ചു കിട്ടൂല. വാപ്പാരെ, തിരിച്ചു കിട്ടൂല. ഈ ചിന്താഗതിയിലേക്ക് പോയാൽ ഭർത്താക്കന്മാരെ തിരിച്ചു കിട്ടൂല, ഉമ്മമാരെ തിരിച്ചു കിട്ടൂല. അവർക്ക് ഓരോ ദിവസവും മേക്കപ്പ് സാധനങ്ങൾ കൂടിയത് വാങ്ങേണ്ടി വരും, നിലവിലുള്ളത് മതിയാകാതെ വരും, ബാക്കിയൊന്നിനവർക്ക് പൈസ തികയൂല. തികയാതിരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ബാപ്പാനിമ്മാനിട്ട് മറ്റൊരാളുടെ കൂടെ പോകും. എവിടെയെങ്കിലും പോയി അവർ ലിവിംഗ് ടുഗദർ ജീവിക്കും. അവനും ഒഴിവാക്കുമ്പോൾ റെയിൽവേ ട്രാക്കിൽ പോയി ആത്മഹത്യ ചെയ്യും. മദ്രസകളിലും സ്കൂളുകളിലും പഠിച്ച് നമ്മൾ നൊന്ത് പ്രസവിച്ച ഒരു കുട്ടി ഈ ദുനിയാവിൽ നമ്മൾ പോലും അറിയാതെ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരു ജാഗ്രത ഉണ്ടാകണം. ഈ വാർത്ത മുഴുവൻ കാണുമ്പോഴേ പടച്ചോൻ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അവസ്ഥ ഉണ്ടാകരുത് എന്നുണ്ടാകണം. ഒറ്റ വാക്ക് കൂടി പറയണം, ഒറ്റ വാക്ക് മുമ്പ് പറഞ്ഞത് ആവർത്തിക്കാൻ. ഈ തോന്നിയാസം മുഴുവൻ കാണുമ്പോഴേ വെറുതെ ഇങ്ങനെ വീട്ടിലെ മക്കള് ചെയ്യണ ജോലി ഇങ്ങനെ എഴുതി വെക്കോണ്ടി. എന്താണ് ഖുർആന്റെ ആയത്ത്? വലാ തഖ്റബുസ്സിന, വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ്. നമുക്കറിയാം 10,000-കണക്കിന് പെൺകുട്ടികളും ആൺകുട്ടികളും സിനിമയിലേക്ക് എത്താൻ വേണ്ടി കൊതിച്ചിക്കാൻ ഡയറക്ടർമാർ അവരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളെ ഞങ്ങൾ എടുത്താൽ ഞങ്ങൾക്ക് എന്താണ് ലാഭം? ആ ഫീൽഡിലേക്കാണ് നമ്മുടെ മക്കൾ. എന്താ പണി?
തിരക്കഥാകൃത്താണ് മൗലവി, പ്ലേബാക്ക് സിംഗറാണ് മൗലവി, VFX ഒക്കെ ചെയ്യുന്ന ആളാണ് മൗലവി, എഡിറ്റിംഗ് ഒക്കെ പഠിച്ചപ്പോ ആ ഫീൽഡിലേക്ക് പോകണമെന്നാണ് താല്പര്യം മൗലവി. വലാ തഖ്റബു സിന, വ്യഭിചാരത്തിന്റെ ഏരിയയിലേക്ക് പോകരുത്, വ്യഭിചാരത്തിന്റെ ഏരിയയിലേക്ക് പോകരുത്. എന്നിട്ട് നമ്മക്കൊരു സമാധാനത്തിന്, പണ്ടൊന്നും മൗലവിമാര് പറഞ്ഞ പോലൊന്നല്ല ഇപ്പൊ ഫീൽഡ്. മൗലവിമാർക്കാ പഴച്ചത്, ദീന് പഴച്ചിട്ടില്ല. മൗലവിമാർക്ക് പഴച്ചിട്ടില്ലെങ്കിൽ ദീന് പരക്കൂല. അന്നും ഇന്നും തോന്നിവാസത്തിന്റെ ഏരിയ, ആണും പെണ്ണും ഇടകലർന്ന് അഭിനയിക്കുന്നതിൽ നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ വിധി എന്താണ്? ആണും പെണ്ണും തമ്മിൽ ഉമ്മ വെക്കുന്ന ഒരു സംവിധാനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന, നമ്മുടെ മക്കൾ ജോലി ചെയ്യുന്ന വിധി എന്താണ്? ആണും പെണ്ണും തമ്മിൽ തൊട്ടിയുരുമ്മി ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുന്ന രംഗത്തിൽ പാട്ട് പാടുന്നതിന്റെ ഇസ്ലാമിന്റെ വിധി എന്താണ്? 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനോട് ചോദിച്ചോക്കൊണ്ട് അവൻ വിധി പറയും. എന്നിട്ട് നമ്മൾ പറയാൻ ആ ഫീൽഡാണ് പഠിച്ചത്, ആ ഫീൽഡിൽ കൂടിയാണ് പോണത്. ആവർത്തിക്കുന്നു, അതിന്റെ ഒരു രൂപ കൊണ്ടൊരു പാരാസെറ്റാമോളിന്റെ ഗുളിക പോലും ഒരു മുസ്ലിമിന് കഴിക്കാൻ പാടില്ല. ഹറാമിന്റെ മുഴുവൻ മേഖലയാണ്. പേരെന്ത് പേരിട്ടാലും വേണ്ടില്ല, എന്ത് പേരും. ആ മേഖല വീണ്ടും പറയുന്നു, എല്ലാവരും വ്യഭിചരിച്ചു എന്നല്ല, ഖുർആൻ അങ്ങനെയുമല്ല പറഞ്ഞത്. വലാ തഖ്റബു സിന, ആ ഭാഗത്ത് വ്യഭിചാരങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞാൽ ഏരിയയിലേക്ക് പോകരുത്. അത് ആ മേഖലയിലെ ഒരു ജോലിയുമായി നമുക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല. ഞാൻ ബോധപൂർവവും ഗുണകാംക്ഷയോടുകൂടിയാണ് പറയുന്നത്. ആ ഏരിയ നമുക്ക് പാടില്ല. ഇതുപോലെ കരച്ചിൽ കേൾക്കേണ്ടി വരും, ഇതുപോലെ നമ്മുടെ വീട്ടിലും മരണങ്ങൾ ഉണ്ടാകേണ്ടി വരും, ഇതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വരും, ഇതുപോലെ മാസ്ക് ഇട്ട് ചാനലിന്റെ മുന്നിൽ നമ്മുടെ കുട്ടികളും ഇരിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സകലവിധ ഹറാമിൽ നിന്നും മാറി നിന്ന് തഖ്വയോടുകൂടി സുരക്ഷിതരായി ജീവിക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പെൺകുട്ടികൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്ന ഒരുപാട് സഹോദരിമാർ, അവരെയെല്ലാം പരിരക്ഷിച്ചതിന്റെ ഫലമായി സ്വർഗവും നരകമോചനവും നാഥ നീ ഞങ്ങളുടെ കുടുംബത്തിലെ പുരുഷന്മാർക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബത്തിലെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ച ആളുകൾ റഹ്മാനായ നാഥ നീ അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ റഹ്മാനായ നാഥ ഹലാലായ വരുമാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, രോഗികളായ ആളുകൾക്ക് രോഗശമനവും മരണപ്പെട്ടു പോയ ആളുകൾക്ക് നാഥ സ്വർഗവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.